ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പാർക്കിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് പാർക്കിലേക്ക് പോയിട്ട് കാണാം. ഇത് ഉമ്മയുണ്ട് ഇത് ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ഉമ്മേനെ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ്. കാണാൻ ഫ്ലാറ്റ്സും ലൈറ്റും റോഡിലുള്ള വണ്ടികളും അതിൻ്റെ ഒക്കെ ലൈറ്റ് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാൽക്കണി നിൽക്കുമ്പം ഇത്രയ്ക്കൊന്നും കിട്ടില്ല, എന്നാലും നല്ല ഭംഗിക്കനെ കാണും. എന്നാലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലതുപോലെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന ഫ്ലാറ്റ്സ് എല്ലാം അതും ഷാർജയിലുള്ള ഫ്ലാറ്റ്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇതാ പാർക്കിലോട്ട് പോവുകയാണ്. നെക്സ്റ്റോടെ നേരെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതിൻ്റെ ബാക്കിലാണ് പാർക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതിനായിട്ട് ഗൾഫിൽ വന്നിട്ട് പാർക്കിലേക്ക് പോയിട്ടില്ല, അപ്പം ആദ്യമായിട്ട് പോവുകയാണ്. അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. നമ്മളൊരു പ്രാവശ്യം നെസ്റ്റോയിൽ വന്നതാണ്, അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രശ്നം. അതെന്തെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലേനി, പകുതി വെച്ചിട്ട് നിന്ന് പോയി ഫോണ്, അതാണ് പ്രശ്നം പറ്റിയത്. ഫ്രണ്ട്സ്, ഞങ്ങളുടെ പാർക്കിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റെസ്റ്റോറൻറ്റ്സ് ആണ്, മുന്നിൽ തന്നെ ഉള്ളത് റെസ്റ്റോറൻറ്റ്സ് ആണ്. കുട്ടികൾക്ക് വിശന്ന് എന്തായാലും ഭക്ഷണം കഴിക്കണമല്ലോ, അതുകൊണ്ട് റെസ്റ്റോറൻ്റ് ആണ് പ്രധാനമായിട്ടുള്ളത് ഇവിടെ. റെസ്റ്റോറൻറ്റ്സ് പിന്നെ ഉള്ളിലോട്ട് കടന്നപ്പം കുറേ തെരുവ് കച്ചവടം എന്നറിയൂലേ, അതുപോലെ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, കയറുമ്പോൾ തന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ പോയില്ല, ഞങ്ങൾ ഇങ്ങനെ നേരെ നടന്നു. അപ്പം നല്ല ഭംഗി, അങ്ങോട്ട് റൂട്ട് ഇങ്ങോട്ട് റൂട്ട് പല വഴിയുണ്ട്. നമുക്ക് പല സ്ഥലത്തോട്ട് ഫോട്ടോ എടുക്കാം, ഫാമിലി ആയിട്ട് വന്നിരിക്കാം, ആസ്വദിക്കാം, നല്ല ഭംഗിയാണ്. അങ്ങനെ ഉപ്പച്ചി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ എനിക്ക് സ്കെച്ചൊക്കെ വേണമായിരുന്നു, അപ്പം അവിടെ സ്കെച്ച് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ്. സംഭവം എനിക്കത് വേണ്ടായിരുന്നു, എനിക്ക് ആ സ്കെച്ച് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അത് നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. അവിടെ കമ്മലൊക്കെ പിന്നെ കാണുന്നത്, അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ നിന്നില്ല. ഇപ്പം അവിടെ എന്തോ ബെഡ്ഷീറ്റ് നോക്കുന്നുണ്ട്. ഞങ്ങൾ ബെഡ്ഷീറ്റ് ഇല്ലേ ഞങ്ങളെ കൈക്കിൽ, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ബെഡ്ഷീറ്റ് വാങ്ങണം. ഞങ്ങളെ ബെഡ് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ബെഡ്ഷീറ്റ് ചെറുതാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്, അപ്പോൾ കുറച്ച് വലിയ ബെഡ്ഷീറ്റാണ് വേണ്ടത്. ഞങ്ങൾ പാർക്കിലേക്ക് കളിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന എക്സൈറ്റ്മെൻറ്റ് നല്ല ഓവറാണ് ഞങ്ങൾക്ക്. എക്സൈറ്റ്മെൻറ്റ് കുറേ കാലമായി ഞാൻ പറഞ്ഞു നമുക്ക് പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പാർക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പാർക്കിലുള്ളത്, കണ്ടില്ല ഫ്രണ്ട്സ്. കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. റൈഡ്സ് എന്ന് പറഞ്ഞാൽ സ്ലൈഡ്, സാധാ പാർക്കിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ ഇരിക്കാനൊക്കെ സ്ഥലമുള്ളതാണ് ഈ പാർക്കിൽ കാണുന്നത്. അപ്പം നല്ല ഷിഫൊക്കെ ആണെങ്കിലും സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ, ഓള് തുള്ളിച്ചാടിയാണ്. ഒന്ന് ഫോട്ടോ എടുക്കാൻ പോലും നിന്നില്ല, ഓള് അതിൽ കളിയോട് കളി. പിന്നെ ഞങ്ങൾ സ്വിങ് ചെയ്തു, കുറേ കളിച്ചു. പിന്നെ ഞങ്ങളുടെ ഈ റൈഡിൽ കയറി, നല്ല അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് ഈ റൈഡ്. നമ്മൾ വണ്ടർലയിൽ ഒരു റൈഡിൽ കയറിയപ്പോഴത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല സുഖവും ഉണ്ടായിരുന്നു. ഭംഗി മാത്രമല്ല, നമ്മൾ ഇതുപോലെ നോക്കുന്ന പോലെയല്ല, നമുക്ക് അതിൽ ഇരിക്കുമ്പം ഒരിതാണ് സ്പീഡൊക്കെ കൂടി വന്നിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.